എന്തെങ്കിലും ഒരു വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്താൽ തന്നെ തുടങ്ങും ഒന്നില്ലെങ്കിൽ കാക്ക അല്ലെങ്കിൽ പൂച്ച, ഇതിലാരെങ്കിലും ഒരാൾ. എന്നാൽ പിന്നെ ഞാൻ കരുതി ഇവരുടെ വോയിസോട് കൂടി തന്നെ ഇൻട്രോ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ തോറ്റു കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്കിന്നൊരു പഴംപൊരി ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഒരു 3 വലിയ പഴത്തിൻ്റെ ഒരു പഴംപൊരിക്ക് വേണ്ട മാവാണ് എടുക്കുന്നത് കേട്ടോ. അതായത് 1/4 കപ്പ് കടലപ്പൊടി, അതുപോലെ തന്നെ 1/2 കപ്പാണ് കേട്ടോ മൈദപ്പൊടി എടുത്തിട്ടുള്ളത്. അതിലോട്ട് ആവശ്യത്തിന് പഞ്ചസാര, ഉപ്പ് ഒരു നുള്ള്, പിന്നെ നമുക്ക് കുറച്ച് മാത്രം സോഡാപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. അതായത് ബേക്കിംഗ് സോഡ ഞാനിങ്ങനെ ഒരു ബോക്സിലാക്കിയിട്ടാണ് കേട്ടോ എടുത്ത് വെക്കാറുള്ളത്. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് നമ്മുടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. സാധാരണ പച്ചവെള്ളം തന്നെ, ആവശ്യത്തിനനുസരിച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ആവശ്യമുണ്ടെങ്കിൽ മാത്രം വീണ്ടും ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ കണ്ടില്ലേ, കുറച്ചുകൂടി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഇത്തിരി കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ നമ്മുടെ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇരിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് എണ്ണ കുടിച്ച് പോകും കേട്ടോ. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് കറുത്ത എള്ള് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ് കേട്ടോ. അത് ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഹോട്ടലിലൊക്കെ പോയി കഴിക്കുമ്പോൾ ഈ ഒരു കറുത്ത എള്ള് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ കറുത്ത എള്ള് ഇട്ടിട്ടാണ് കേട്ടോ ഇങ്ങനെ പഴംപൊരി ഉണ്ടാക്കാറുള്ളത്. കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി അതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കുക. ആ ഒരു സമയം കൊണ്ട് നമുക്ക് കുറച്ച് പഴം മുറിച്ചെടുക്കാം കേട്ടോ. ഇതേ ഞാനിങ്ങനെ ചരിച്ച് വെച്ചിട്ട് സ്ലൈഡായിട്ടാണ് കേട്ടോ കട്ട് ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇങ്ങനെ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരിയും കൂടി ക്വാണ്ടിറ്റി കിട്ടും കേട്ടോ. എത്ര വേണമെങ്കിലും പഴം കുറച്ച് ക്വാണ്ടിറ്റി കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇത്തിരി കട്ടിയായിട്ടാണ് കേട്ടോ പഴം എടുത്തിട്ടുള്ളത്. കാരണം എൻ്റെ കുട്ടികളൊക്കെ പഴം കഴിക്കാനായിട്ട് ഭയങ്കര മടിയാണ്. അപ്പോൾ പഴംപൊരി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവരങ്ങനെ കഴിക്കാനായിട്ട് ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് മാത്രമാണ് കേട്ടോ ഞാനിങ്ങനെ കട്ടിയായിട്ട് ഉണ്ടാക്കുന്നത്. സാധാരണ ഗസ്റ്റൊക്കെ വന്നിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ കട്ടിയിൽ ഉണ്ടാക്കാറില്ല, കുറച്ചും കൂടി തിന്നായിട്ടാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഒരു 3 പഴം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്താ, ചട്ടി ചൂടാവണം, അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കണം, പിന്നെ ചുട്ടെടുക്കണം. ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ പഴംപൊരി എളുപ്പത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഒരു ചായയോടുകൂടി നമ്മുടെ പഴംപൊരി കഴിക്കാം കേട്ടോ.